ഇപ്പോൾ അത് ബി ജെ പി അങ്ങനെ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ കേന്ദ്രത്തിൽ മൂന്നാമതും മോദി അധികാരത്തിൽ വന്നെങ്കിലും അവർക്ക് ഈ വിശിഷ്ട ഭൂരിപക്ഷം എന്ന് പറയുന്ന ഒരു ഭൂരിപക്ഷമില്ല. എന്നുവെച്ചാൽ 3/2 ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് അവർക്കത് അവിടെ ഒരു ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കി എടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവർ തീരുമാനിച്ചു തങ്ങൾ ഇതുവരെയും കഴിഞ്ഞ 2 ടേമുകളും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പി എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാനായിട്ട് സൗകര്യമുള്ളതായിട്ടുള്ള ഭൂരിപക്ഷത്തിൻ്റെ കാലമായിരുന്നു. അതുകൊണ്ട് തീരുമാനങ്ങളെല്ലാം നടപ്പിലാക്കി. അതായത് കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു. രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തലാഖ് എടുത്ത് കളഞ്ഞു അല്ലേ. മൂന്നാമത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ട് വെച്ചിരുന്നത് രാമക്ഷേത്ര നിർമ്മാണം, അതും പൂർത്തീകരിച്ചു. അങ്ങനെ അവരുടെ അജണ്ടകളെല്ലാം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് അവർക്കുണ്ടായിരുന്നത്. അതിൻ്റെ അടുത്ത ഘട്ടമാണ് ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത്. അതും പൂർത്തീകരിക്കണം എന്നത് തന്നെയാണ് അവരുടെ ഒരു നിർബന്ധ ബുദ്ധി. അത് നല്ലത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അവരെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതെല്ലാം ഒരിക്കലും ഈ ന്യൂനപക്ഷങ്ങൾക്ക് എതിരായിട്ടുള്ള ആയുധങ്ങളാക്കി മാറ്റാനായിട്ട് ശ്രമിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഏക സിവിൽ കോഡ് എങ്ങനെ നടപ്പിലാക്കാം എന്ന് ഇപ്പോൾ അവരുടെ പ്ലാൻ വർക്കൗട്ട് ചെയ്യുന്നു. ഉത്തരാഖണ്ഡിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു, അവരത് നടപ്പിലാക്കുന്നു. അത് മിക്കവാറും നമ്മൾ വീഡിയോ മുന്നോട്ട് പോയി കുറേ കഴിയുമ്പോഴേക്കും അത് നടപ്പിലായി എന്ന് പറയുന്ന വാർത്തയായിരിക്കും എല്ലാവരും കേൾക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ ഏതാണ്ട് 17 സംസ്ഥാനങ്ങളിൽ ബി.ജെ.പിക്ക് ഇത്തരത്തിൽ ഈ നിയമനിർമ്മാണം നടത്താനായിട്ടുള്ള സംവിധാനമുണ്ട്. അപ്പോൾ 17 സംസ്ഥാനങ്ങളിലും ഏക സിവിൽ കോഡ് വരും. കുറേ കഴിയുന്ന സമയത്ത് അത് എല്ലാ സംസ്ഥാനങ്ങളിലും ആകും.